പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മളെ എല്ലാം ഓരോ ദിവസവും ഈ ചർച്ചകളൊക്കെ ഇപ്പോഴത്തെ മന്ത്രിസഭാ ചർച്ചകളെ പിണറായി വിജയൻ്റെ എന്താ പറയുന്നത് പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നതിൻ്റെ ആക്കിയതിൻ്റെ ചർച്ച ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഇനിയിപ്പോൾ നമ്മൾ പ്രതിപക്ഷത്തിനെ കുറ്റം പറയേണ്ട, ഭരണപക്ഷത്തിനെയാണ് കുറ്റം പറയേണ്ടത്. ഭരിക്കുന്നവരെ കുറ്റം പറയുക എന്നുള്ളതാണ് ഏറ്റവും കാര്യം. മറുപുറത്തിരിക്കുന്നവരെയാണ് കുറ്റം പറയുന്നത്. അവർ ചെയ്യേണ്ട കടമ ചെയ്യേണ്ട അവരാണ്. ഈ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ താമസിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ ആ തീരുമാനം കഴിഞ്ഞിട്ട് എളുപ്പം 21 മന്ത്രിമാരുമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. എന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഈ ഒരു വകുപ്പ് വിഭജനം ഉണ്ടാകാത്തത് ഒരു സാധാരണ ഒരു നാണക്കേട് തന്നെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിലേറ്റവും എന്നോടൊക്കെ പറയുന്നത്, ഞാൻ മുസ്ലിം ലീഗിനെ ഒരിക്കലും കുറ്റം പറയത്തില്ലായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പോൾ ഞാൻ മുസ്ലിം ലീഗിനെ കുറ്റം പറയുകയാണ്. കാര്യം 5 മന്ത്രിമാരെ ചോദിച്ച് 5 മന്ത്രിമാരെ കൊടുത്തു. അവർക്ക് വിദ്യാഭ്യാസ വകുപ്പ് കൊടുത്തു. അപ്പോഴാണ് ഒരു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, നമ്മൾ ഈ പുതിയ വകുപ്പ് പിണറായി വിജയൻ ഉണ്ടാക്കി. നമ്മുടെ ബിന്ദു ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. എന്നെ ബിന്ദു എന്ന് ഞാൻ പറഞ്ഞ ബിന്ദു ടീച്ചറോ ഡോക്ടർ ബിന്ദു എന്തോരായിട്ട് അത് ഈ റോജി എം ജോണിന് കൊടുത്തു. അത് മാറ്റി ചോദിച്ചു. അപ്പോഴത്തേന് അവർക്ക് ഫിഷറീസ് വകുപ്പ് വേണം. അപ്പോൾ ഈ മന്ത്രിസഭയുടെ ഇപ്പോഴത്തെ ഒരു തീരുമാനം, മന്ത്രിസഭയുടെ വകുപ്പ് തീരുമാനം വൈകാനുള്ള കാരണം മുസ്ലിം ലീഗാണെന്നാണ് ഇപ്പോൾ എൻ്റെ ഒരു നിഗമനം. ഞാൻ പല ഈ ചാനലുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പലരുടെ അഭിപ്രായം കേൾക്കുമ്പോൾ ഇത് മുസ്ലിം ലീഗ് ഇപ്പോൾ ഒന്ന് അയഞ്ഞാൽ മതി. അവർക്ക് ഇത്ര 5 മന്ത്രിമാർ കൊടുത്ത് ഇത്ര വകുപ്പുകൾ കൊടുത്തിട്ട് ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് അവർ ഈ കടുംപിടുത്തം പിടിക്കുന്നത് ഒരു മുന്നണിക്ക് യോജിക്കുന്ന കാര്യമല്ല. സംഗതി ശരിയാണ്. എല്ലാവരും അവരെ പണ്ട് 5 മന്ത്രിമാരെ ഒക്കെ ആയിട്ട് അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് യാതൊരു കാര്യത്തിലും ശാഠ്യം കാണിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.